ഒടുവിൽ രാമപ്പൻ്റെ മക്കളെല്ലാവരും കൂടി ചേർന്ന് അയാളെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെക്കാൻ തീരുമാനിച്ചു. വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം അത് കൈയടിച്ച് പാസാക്കുകയും ചെയ്തു. സ്ട്രോക്ക് വന്നതിന് ശേഷം കുഴഞ്ഞുപോയ രാമപ്പന് അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യാൻ വരെ ഒരാളുടെ സഹായം വേണം. 6 അടിയും ഒത്ത വണ്ണവുമുള്ള അയാളെ താങ്ങാൻ പോണം ആരോഗ്യമുള്ള ഒരു പുരുഷ നഴ്സ് തന്നെ വേണമെന്ന് അവർ തീരുമാനിച്ചു. മക്കളുടെ തീരുമാനത്തിൽ രാമപ്പനും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. എല്ലാവരുടെയും ആഗ്രഹം പോലെ അപ്പോഴാണ് ആ വീട്ടിലേക്ക് വിനയൻ വരുന്നത്. വിനയം തീരെയില്ലാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു വിനയൻ. വന്ന ആദ്യ ആഴ്ചകളിൽ തന്നെ രാമപ്പന് അവനെ ഇഷ്ടപ്പെടാതായി. വേണ്ടെങ്കിൽ വേണ്ടെന്ന മട്ടിൽ നിന്ന വിനയനെ രാമപ്പൻ്റെ മക്കൾ വിട്ടില്ല. എല്ലാം കൊണ്ടും ചേർന്ന ഒരു പുരുഷ നഴ്സിനെ കിട്ടാനുള്ള പ്രയാസം തന്നെയായിരുന്നു അതിനുള്ള കാരണം. അച്ഛൻ ഇതെന്തറിഞ്ഞിട്ടാണ്? ഇത് തന്നെ എത്ര തപ്പിയിട്ട് കിട്ടിയതെന്നാണോ? രാമപ്പൻ്റെ മുഖം ചുളിഞ്ഞു. വയസ്സായതുകൊണ്ടല്ലടാ പുന്നാര മക്കളെ നീയൊക്കെ എൻ്റെ ഇഷ്ടത്തിന് നിൽക്കാത്തതെന്ന് മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്തു. വിനയന് എന്ത് കുഴപ്പമാണെന്നാണ് അച്ഛൻ പറയുന്നേ? അച്ഛന് നേരെ ശബ്ദമുയർത്തി സംസാരിക്കാനറിയാത്ത രാമപ്പൻ്റെ മക്കൾ വളരെ സൗമ്യതയോടെയാണ് അങ്ങനെ ചോദിച്ചത്. അവന് കുഴപ്പമേയുള്ളൂ. രാമപ്പൻ എണ്ണി എണ്ണി പറയാൻ തുടങ്ങി. അവൻ തന്നോട് ചിരിക്കുന്നില്ല എന്നതായിരുന്നു ആദ്യത്തെ കുഴപ്പം. രോഗിയായിട്ടല്ലാതെ അച്ഛനെപ്പോലെ കരുതാൻ പറഞ്ഞപ്പോൾ അതിനൊന്നും പറ്റില്ലെന്നും വിനയൻ പറഞ്ഞുവെത്രേ. രണ്ടാമത്തെ കുഴപ്പം 3ഉം 4ഉം യഥാക്രമം തൻ്റെ തമാശകൾ കേൾക്കുന്നില്ല എന്നും അവൻ്റെ സംസാരങ്ങൾക്ക് കല്ലിൻ്റെ കനമാണെന്നുമായിരുന്നു. രാമപ്പൻ്റെ മക്കൾ വിനയനെ വിളിപ്പിച്ചു. എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുകയും ചെയ്തു. അവന് ഒന്നിനും മറുപടി ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിച്ചോളാമെന്ന് മാത്രം പറഞ്ഞ് അവൻ തൻ്റെ മുറിയിലേക്ക് പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ വിനയൻ അല്പമൊന്നു മാറി. രാമപ്പൻ്റെ തമാശകൾക്ക് ചിരിക്കാനും കൂടെ തുടങ്ങിയപ്പോൾ അവർക്കിടയിൽ രോഗിയും നേഴ്സും എന്ന തലത്തിൽ നിന്ന് മറ്റൊരു ബന്ധം രൂപപ്പെട്ടു. ആദ്യമൊക്കെ നിനക്ക് എന്ത് ജാടയായിരുന്നുവെന്ന് രാമപ്പൻ ഒരിക്കൽ വിനയനോട് ചോദിച്ചിരുന്നു. അതിനുള്ള കാരണം മുന്നേ നിന്ന വീട്ടിലെ അച്ചായനാണെന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. മാസങ്ങൾ കഴിഞ്ഞു. മനസ്സ് മുഴുവൻ സന്തോഷമായതുകൊണ്ട് രാമപ്പൻ്റെ ജീവിതം പിന്നെയും സഞ്ചരിച്ചു. അത്രയും കാലം തങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിക്കുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന ആ മക്കൾ വിനയനോട് അതിവിനയം പ്രകടിപ്പിച്ചു. പക്ഷേ രാമപ്പനുമായി വല്ലാത്ത ഒരു മാനസിക അടുപ്പം തോന്നാൻ തുടങ്ങിയപ്പോൾ ആ ചെറുപ്പക്കാരൻ ഭയക്കുകയായിരുന്നു. തന്നെ അസ്വസ്ഥമാക്കുന്ന യാതൊന്നും ആവർത്തിക്കരുതെന്ന് അവൻ ഉള്ളിൽ ശഠിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കൽ നീ എൻ്റെ മോൻ തന്നെയാണടോ എന്ന് പറഞ്ഞ രാമപ്പനോട് അല്ലെന്ന് തിരുത്താൻ വിനയന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. താനൊരു ശമ്പളക്കാരൻ മാത്രമാണെന്ന് അവൻ ചേർക്കുകയും ചെയ്തു. നിന്റെ പ്രശ്നം എന്താണ്? ആരാണ് അന്ന് പറഞ്ഞ അച്ചായൻ? അച്ചായൻ എന്ന് കേട്ടപ്പോൾ തന്നെ വിനയൻ രാമപ്പൻ്റെ മുറി വിട്ട് പുറത്തേക്ക് പോയി. പിന്തുടർന്ന് കാര്യം തിരക്കാൻ കൽപ്പില്ലാത്ത അയാളുടെ അവസ്ഥ ഓർത്തപ്പോൾ അവൻ തിരിച്ചു വരികയും ചെയ്തു. എന്തായാലും പറയൂ എന്ന് പറഞ്ഞ് രാമപ്പൻ്റെ മുഖം കേണു. അത് കണ്ടപ്പോൾ പറയാതിരിക്കാൻ വിനയന് സാധിച്ചില്ല. രാമപ്പൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് വിനയൻ ഉണ്ടായിരുന്ന വീട്ടിലെ രോഗിയായിരുന്നു അച്ചായൻ. ഹോം നേഴ്സ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ ദൗത്യമായിരുന്നു അയാളുടെ ശുശ്രൂഷ. ആ സമ്പർക്കത്തിൽ പെങ്ങളും അമ്മയും മാത്രമുള്ള അവൻ ഏറെ സന്തോഷിച്ചു. അതുകൊണ്ട് തന്നെ മോനെ എന്ന് വിളിക്കുന്ന അച്ചായനെ വിനയൻ സ്വന്തം അച്ഛനെ പോലെയാണ് കരുതിയിരുന്നത്. അവൻ്റെ കരുതലിൽ ആ 73കാരൻ മനസ്സറിഞ്ഞ് ചിരിച്ചു. ആ ചിരിയും താണ്ടിയുള്ള രാത്രിയിൽ അച്ചായൻ മരിച്ചു. നെഞ്ചു പൊട്ടുന്ന വേദനയോടെയാണ് വിനയൻ ആ വീട്ടിൽ നിന്ന് അന്യനായി ഒഴിഞ്ഞത്. കനമില്ലാത്ത മനസ്സുമായി ഇനിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലരുതെന്ന് അവന് പിന്നീട് നിർബന്ധമുണ്ടായിരുന്നു. അച്ചായൻ മരിച്ചതിൻ്റെ 4ാം നാൾ രാമപ്പൻ്റെ വീട്ടിലേക്ക് അതേ വേഷത്തിൽ സാഹചര്യം അവനെ എത്തിച്ചതാണ്. എല്ലാം കേട്ടപ്പോൾ രാമപ്പൻ്റെ കണ്ണുകളും നിറഞ്ഞു. അടുത്തിരുന്നിട്ടും കുറച്ചുകൂടി അടുത്തേക്കെന്ന് അയാൾ പറഞ്ഞു. വിനയൻ്റെ തല വിനയപൂർവ്വം രാമപ്പൻ്റെ മുഖം വരെ കുനിഞ്ഞു.
അവൻ്റെ നെറ്റിയിലേക്ക് ചുണ്ടുകൾ മുട്ടുന്നതുവരെ അയാളുടെ ദേഹം വിറച്ചുകൊണ്ടേയിരുന്നു. തന്നെപ്പോലെയുള്ളവരുടെ അവസാന കാലത്ത് നിന്നെപ്പോലെയുള്ളവരെ കിട്ടുന്നത് പുണ്യമാണെന്ന് രാമപ്പൻ വിതുമ്പിക്കൊണ്ട് പറയുകയായിരുന്നു. അത് കേട്ട വിനയൻ അച്ചായനും ഇത് തന്നെയാണ് അവസാന കാലത്ത് പറഞ്ഞതെന്ന അർത്ഥത്തിൽ ചിരിച്ചു. പിന്നെ എന്തിനാണ് മണ്ട എന്നെപ്പോലെയുള്ളവരുടെ മരണത്തിൽ നിനക്ക് ഇത്രയും വേവലാതി? വിനയന് ഉത്തരമുണ്ടായിരുന്നില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ കണ്ണടയണമെന്ന ചിന്ത മാത്രമേ വാർദ്ധക്യ നരകൾ ആഗ്രഹിക്കാറുള്ളൂ. അതിൽ ചുരുക്കം ചിലർക്ക് മാത്രമായി വീണ് കിട്ടുന്ന ഭാഗ്യമാണ് വിനയന്മാർ. ഹേയ് വിവരദോഷി, വേർപെടുമെന്ന് കരുതി ആരെയും ചേർത്ത് വെക്കാത്ത നീ ഒരു വിഡ്ഢി തന്നെ. വിനയൻ്റെ വികാരത്തിൻ്റെ വിവേകത്തിൽ അങ്ങനെ ഒരു ചിന്ത ഇതുവരെ സ്പർശിച്ചിരുന്നില്ല. രാമപ്പൻ്റെ ശബ്ദവും പിടിച്ച് അവനേറെ സഞ്ചരിച്ചു. ശരിയാണ്, കൂടെയുണ്ടാകുന്ന കാലം വരെ പരസ്പരം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ ജീവിതം പങ്കിടുക എന്നതിനപ്പുറം മറ്റെന്താണ് ഒരു സ്നേഹബന്ധമല്ലേ? താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കഥയുമായി നമുക്കുടനെ കാണാം. താങ്ക് യു ഓൾ.